നിയമത്തെക്കുറിച്ച് നിയമബോധം സാധാരണ ജനങ്ങൾക്ക് പോലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വിവാഹത്തിന് ശേഷം അതിലൊരു പീഡനമോ അനീതിയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലീഗലി നമുക്കൊരു റെമഡി കിട്ടുമെന്നുള്ള ബോധം എല്ലാ സാധാരണക്കാരിലും എത്തിയിട്ടുണ്ട്. കല്യാണ ഡിവോഴ്സ് കൂടുതൽ നടക്കുന്നത് വിദ്യാഭ്യാസമുള്ളവർക്കിടയില്ല. അതെ, വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും എല്ലാം സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അവർക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റും. ഇവിടെ വിവാഹമോചനത്തിന് തീർച്ചയായും ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴും ഉണ്ടാകും. അതിപ്പം ഫാമിലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയിൽ പേരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വിസ്മയ, ഉത്ര അങ്ങനത്തെ തുടങ്ങിയ കക്ഷികളിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു വിവാഹമോചനം ഒരുപക്ഷെ പോസിബിൾ ആവും, കൂടുതലാവും. അവരെ സപ്പോർട്ട് ചെയ്താൽ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കാവുന്ന ഒരു സാഹചര്യം. വിമൻ സപ്പോർട്ട് ലോസ് മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിമൻ സപ്പോർട്ട് ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീകൾ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റക്കാരനാക്കുന്നതിന് വേണ്ടി അവർ അത്രമാത്രം ഇപ്പൊ എല്ലാ കേസിലും സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന അവരെ അനുഭവിച്ചത് കൊണ്ടാണ്, അല്ലാതെ അവര് ചുമ്മാ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കോടതിയിൽ പോയി എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിലല്ല പോകുന്നത്. ഇത് പോകുന്നത് ഒരു വക്കീലിന്റെ അടുത്തേക്കാ. ഈ വക്കീലിന്റെ വക്കീൽ കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് അവരുടെ കയ്യിലുണ്ട്. ഇന്നത് പറയാം. ഇതെന്താ വിഷയം? പുള്ളിക്കാരിയുടെ അഡൾട്ടറി ഞാൻ പിടിച്ചു, ഞാൻ തടഞ്ഞു. ഒറ്റ കാര്യം, നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോ പുരുഷന്മാരും ഈക്വലായിട്ട് സ്ത്രീകളെ പോലെ തന്നെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന പോയിന്റിനെ സമർത്ഥിക്കാനാണ്, അല്ലെങ്കിൽ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ല, പുരുഷന്മാര് പറഞ്ഞോട്ടെ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ സാർ ആദ്യം ഒന്ന് ലിസൺ ചെയ്യൂ. സാർ ആദ്യം ഒന്ന് കേൾക്കൂ. പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ, നമ്മളുടെ ചരിത്രം ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ളത് എന്ന സ്റ്റഡിയെ ഞാനൊന്ന് കംപ്ലീറ്റ് നമ്മുടെ സൊസൈറ്റി പുരുഷന്മാരെ മോൾഡ് ചെയ്ത് വളർത്തുന്ന ഒരു രീതിയുണ്ട്. അതായത് പുരുഷന്മാർ ഇങ്ങനെയുള്ള ചട്ടക്കൂട്ടിലാണ് വളരുന്നത്, സ്ത്രീകൾ ഇങ്ങനെയുള്ള ചട്ടക്കൂട്ടിലാണ് വളരുന്നത് എന്നുള്ളത് നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്.